എവിടെയാണോ ഇവിടെ ഫ്രഷ് കിട്ടുന്നത്? ഏത് ഹോട്ടലിലാണ് ഫ്രഷ് കിട്ടുന്നത്? നല്ല എണ്ണക്കടികളെല്ലാം ഇങ്ങനെ പൊരിച്ചു വെച്ചിട്ടുണ്ടാകും. എന്നിട്ട് ഈ ഗ്ലാസ് അങ്ങ് തുറന്നിടും. അതിൻ്റെ അകത്ത് ഒരു 25 ഈച്ചകൾ ഉണ്ടാകും. ഞങ്ങൾ കഴിച്ചിരുന്നു. ഞങ്ങളെല്ലാവരും കഴിച്ചിട്ട് ഞങ്ങൾക്ക് ആർക്കും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം വൈകുന്നേരം പോയപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു വയറിന് എന്തോ ഒരു സ്റ്റൊമക്ക് അപ്സെറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അത്ര വലിയ കാര്യമാക്കിയിരുന്നില്ല. പക്ഷെ സൺഡേ ഒരു ഉച്ചയായപ്പോഴത്തേക്കും അമ്മക്കും എൻ്റെ അനിയനും വോമിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. തിരുവനന്തപുരത്തെ മന്തിക്കട പൂട്ടിച്ചു. ഗസ്റ്റ് വന്നപ്പോഴും ഞാൻ നേരെ മന്തിക്കടയിലേക്കാണ് ഓടിയത്. അവിടെ എത്തിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ മന്തി ഓർഡർ ചെയ്യുന്നു. അങ്ങനെ മന്തി വരികയാണ്. ആ മന്തി കൊണ്ടുപോയിട്ട് കഴിച്ചു. എല്ലാവർക്കും വയറിളക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 തൂറ്റലെൻ്റെ മക്കളെ. അത് കഴിഞ്ഞതിന് ശേഷം ഛർദിയും. ഏതായാലും ആ മന്തിക്കട ഇപ്പോഴും പോലീസ് പൂട്ടി സീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ എത്ര നാൾ നിങ്ങൾ പൂട്ടിയിടും? അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഭക്ഷണമൊക്കെ കൃത്യമായിട്ട് അറബികൾ ഉണ്ടാക്കിയിട്ട് അവർ തിന്നുന്ന ഒരു സാധനമാണ്. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള നിയമങ്ങളും മാനദണ്ഡങ്ങളും അനുസരിച്ച് വിളമ്പുന്ന ഒരു ഭക്ഷണം ഇവിടെ എത്തിയപ്പോഴെന്ന് പറഞ്ഞാൽ കഴിക്കാൻ ആളില്ലെങ്കിൽ നേരെ ഫ്രിഡ്ജിലേക്ക് അങ്ങ് കയറ്റി വെക്കും. ആ കയറ്റി വെച്ച സാധനം 2-3 ദിവസം കഴിഞ്ഞിട്ട് ഈ തീറ്റിയല്ലേ കൊടുക്കുന്നത്. അതായത് ഇവിടെയുള്ള മിക്ക ഹോട്ടലുകളിൽ നോക്കിക്കഴിഞ്ഞാലും പഴയ ചിക്കനും പഴയ ചോറും പഴയ കാര്യങ്ങളും സകലതും പഴയത് തന്നെയാണ്. എവിടെയാണോ ഇവിടെ ഫ്രഷ് കിട്ടുന്നത്? ഏത് ഹോട്ടലിലാണ് ഫ്രഷ് കിട്ടുന്നത്? നല്ല എണ്ണക്കടികളെല്ലാം ഇങ്ങനെ പൊരിച്ചു വെച്ചിട്ടുണ്ടാകും. എന്നിട്ട് ഈ ഗ്ലാസ് അങ്ങ് തുറന്നിടും. അതിൻ്റെ അകത്ത് ഒരു 25 ഈച്ചകൾ ഉണ്ടാകും. എന്നാലും ആർക്കും ഒരു കുഴപ്പമില്ല, ആരും ഒന്നും പറയത്തുമില്ല. കാരണം എന്താ? എല്ലാവർക്കും ആ പൊതിഞ്ഞു കൊടുക്കുന്ന പേപ്പറിൽ കിട്ടിയാൽ മതി. അതിങ്ങനെ വലിച്ച് കടിച്ച് തിന്നോളുമായിരുന്നു. അതിനൊരു കുഴപ്പമില്ല. നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങൾ നോക്ക്, ഓരോ ഹോട്ടലിലും പോയിട്ട് നിങ്ങൾ ചായ കുടിക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള ഈച്ചകളുടെ എണ്ണ അന്വേഷിച്ചു വാ. എത്ര ഈച്ചകളാണ് അതിൻ്റെ ഉള്ളിലുള്ളത് എന്ന് എണ്ണ അന്വേഷിച്ചു വാ. ഈ ഈച്ചകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലവൻ്റെയും അപ്പിയിൽ പോയിട്ട് ഇരുന്നിട്ടായിരിക്കും ഇതിൻ്റെ മുകളിൽ കൊണ്ടുവെക്കുന്നത്. അത് കഴിച്ചാൽ പിന്നെ എല്ലാ രോഗവും വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഹോട്ടലുകളും നമ്മുടെ നാട്ടിൽ സുഖമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൃത്തിയും അനാരവും ഇല്ലാത്ത ഹോട്ടലുകൾ, നല്ല മുന്നിൽ നല്ല പെയിൻ്റ് അടിച്ചിട്ടുണ്ടാകും, നല്ല പിന്നെ ബോർഡൊക്കെ ഉണ്ടാകും, അതുപോലെ തന്നെ ചന്ദനത്തിരിയുടെ ഗന്ധങ്ങൾ ഉണ്ടാകും. എന്നാൽ കിച്ചണിൽ പോയി കഴിഞ്ഞാലോ എന്താ സ്ഥിതി എന്നറിയാം? ഇതാ സ്ഥിതി. കുറയണ ഇതാണ്. പിന്നെ കുറയണമെന്ന് പറഞ്ഞാൽ ഇതാ സ്ഥിതി. പൊറോട്ട അടിക്കുന്നവനായാലും ശരി, ഇതല്ലേ സ്ഥിതി. ഇതില്ലാതെ ഹോട്ടലുണ്ടാ? നിങ്ങളൊന്ന് കാണിച്ചതാ. ഇതില്ലാതെ ഹോട്ടലുകളുണ്ടോ? എല്ലാ സ്ഥലങ്ങളിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തോണ്ടിയെടുക്കുന്നവന്മാരുണ്ടാവും, അത് ഉറപ്പാണ്. ഈ തോണ്ടിയെടുക്കുന്നവന്മാരുടെ ഈ കയ്യിലെ ഈ സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ വീണ്ടും ഭക്ഷിക്കുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഒരുത്തനെന്ന് പറയുന്നത് വൃത്തിയില്ല, ഒരുത്തനും വൃത്തിയില്ല. നിങ്ങൾ നോക്കിക്കോ. നിങ്ങൾ നാളെ മുതൽ നിങ്ങൾ ചായ കുടിക്കാൻ പോകുന്ന ഹോട്ടലിൽ നോക്കൂ, 25 ഈച്ചില്ലേ നോക്ക് നിങ്ങൾ. അതുപോലെ തന്നെ ചെറിയ ആൾക്കാർ പറയുന്നത് തട്ടുകടയിൽ നല്ല ഭക്ഷണം. പിന്നെ നല്ല ഭക്ഷണമാണ്. അവൻ ഗ്ലാസ് കഴിയുന്ന വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നീട് അവിടുന്ന് ചായ കുടിക്കത്തില്ല. അതുകൊണ്ടല്ലേ മക്കളെ കർണാടകത്തിലല്ലേ ഇതെല്ലാം മാറ്റിയിട്ട് ഇപ്പോഴും കാണുന്നില്ലേ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലല്ലേ കൊടുക്കുന്നത്. അതാകുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവൻ്റെ ചിരിൻ്റെ രോഗം നമുക്ക് പറ്റൂലല്ലോ. അല്ലാതെ എന്ന് പറഞ്ഞ് ഇവിടെ എന്ന് പറഞ്ഞ് എല്ലാ പകർച്ചവ്യാധികളും വരുന്നത് എൻ്റെ അഭിപ്രായത്തിന് ഈ ഹോട്ടൽ ഭക്ഷണത്തിൽ നിന്ന് തന്നെയാണ്. പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലാഭ കൊതിക്ക് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. പണ്ടൊക്കെ വീട്ടിലൂണ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. നല്ല കാര്യമാണ്, വീട്ടിലൂണല്ലേ. ഇപ്പോഴതിലും മായം വന്നു. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആരാ? ബംഗാളികളാണ്. ആ വീട്ടിലൂണിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിക്കാരാണ് ജോലി ചെയ്യുന്നത്. അവിടെ എത്തുമ്പോഴെന്ന് പറഞ്ഞാൽ അമ്മ ഇതാ പരിപാടി. നിങ്ങൾ ആദ്യം തീരുമാനിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ വൃത്തിയുള്ള സ്ഥലത്ത് നിന്ന് ഭക്ഷണം കഴിക്കണം എന്ന് ചോദിച്ചാൽ ഏടിയില്ല. അതുള്ള കാര്യം പറയുന്നതിന് എന്താ? അങ്ങനെ തേടിപ്പോകണം. പിന്നെ അതാണ് വേണ്ടത്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാലോ, ഞാനൊക്കെ എന്നെങ്കിലും ഒരു ഹോട്ടലിൽ തുടങ്ങുന്നുണ്ടെങ്കിൽ വൃത്തിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ യാതൊരു കോംപ്രമൈസും വെക്കൂല. വൃത്തിയാണ് ഏറ്റവും വലുത്. അതായത് കിച്ചണൊക്കെ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് കാണാൻ കഴിയുന്ന സ്ഥലത്തായിരിക്കണം. എന്താണ് അവർക്ക് വിളമ്പുന്നത് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ട് മാത്രമേ അവരെ ഭക്ഷണം കഴിപ്പിക്കത്തുള്ളൂ. അങ്ങനെ ഒരു ഹോട്ടലായിരിക്കണം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊരിച്ചതും പച്ചതൊക്കെ എപ്പം പൊരിച്ചതാണെന്ന് അവന് പോലും അറിയില്ല. അതായത് ഇപ്പോൾ ഹോട്ടലുകാരനോട് ചോദിക്കുന്നത് നമ്മൾ എപ്പോഴാണോ ഇത് പൊരിച്ചത്, അപ്പോൾ അവൻ പറയുന്നത് എന്തായിരിക്കും എന്നറിയാം. ഞാൻ 5 ദിവസമേ ഉള്ളൂ സാർ ഇവിടെ ചേർന്നിട്ട്, അതിന് മുന്നേ അതവിടെ തന്നെ ഉണ്ട് എന്നാന്ന് പറയാം. അതായത് അത്ര പോലും എന്ന് പറഞ്ഞാൽ ഇവരൊന്നും വൃത്തിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ വളരെ പുറകോട്ടാണ്. അപ്പോഴും ചോദിക്കും ഇവിടെയുള്ള ഉദ്യോഗസ്ഥരില്ലേ അവർ പരിശോധിക്കും. അവരെത്രത്തോളം പരിശോധിക്കും? ഓരോ ടൈമിനും വന്നിട്ട് അവർക്ക് പരിശോധിക്കാൻ പറ്റുമോ? ഓരോ സമയത്തും വന്നിട്ട് അവർക്ക് പരിശോധിക്കാൻ പറ്റുമോ? ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. ഈ ഉദ്യോഗസ്ഥർ വന്ന് പരിശോധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നടക്കുന്ന നിങ്ങൾ പറയുന്നത്? അതായത് എപ്പോഴും വന്നിട്ട് അവർക്ക് ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ നിൽക്കാൻ പറ്റുമോ? ഇതിന് പരിശോധന നടത്തേണ്ടത് ജനങ്ങൾ തന്നെ പറയണം.
അതായത് നിങ്ങൾ പലരും പറയാം, ഞാൻ ഇതിനിടയ്ക്ക് പറഞ്ഞപ്പോൾ അയാൾ പറയാം ഏട്ടാ വേണമെങ്കിൽ തിന്നാൽ മതി എന്ന്. അങ്ങനെയാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2-3 ഹോട്ടൽ ഒഴിവാക്കിയിട്ടുണ്ട്. നിങ്ങളിപ്പം നോക്കിയാൽ മതി. ഇപ്പം ഞാൻ ഈ പിന്നെ കണ്ണൂർ അഴീക്കോട് ഏരിയയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ചായക്കടി വിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതായത് പ്രധാനപ്പെട്ട ഭയങ്കര പേര് കേട്ട ഒരു സംഭവമാണ്. ഈ ചായൻ്റെ എണ്ണക്കടികൾ വിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ 250 ഈച്ചകൾ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. അതിങ്ങനെ ജനങ്ങളുണ്ടാവും അതിന് പൊതിഞ്ഞിട്ട് വാങ്ങിച്ച് തിന്നുന്ന്. മനസ്സിലായി? ഒരെണ്ണം ഉണ്ടൂല. അതായത് ഈ പിന്നെ കണ്ണൂരിൽ നിന്ന് ചാലാട് അഴീക്കോട് റൂട്ടിൽ അലവിലിനടുത്തുള്ള ഒരു കടയാണ്. കടേൻ്റെ പേര് ഞാൻ പറയുന്നില്ല ഏതായാലും. ആ കടയിൽ ജനങ്ങൾ പൊതിയുകയാണ്. ഒരു 250 ഈച്ച ഉണ്ടാവും അവിടെ. അവിടെ ഈ ഉണ്ണിയപ്പൊക്കെ ഇങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഒരാൾ പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പോലും മിണ്ടൂല. കാരണം എന്താ അറിയാ, നല്ലോണം വീണിച്ച് അടിക്കുന്നുണ്ടാവും അവിടുന്ന്. അതിൻ്റെ അകത്തിൽ ഇങ്ങനെ ഈച്ച വന്ന് ഇരുന്നിട്ട് ഇങ്ങനെ ബല്ലോൻ്റെ അപ്പി ഇടുന്ന ഈച്ച ഈ അപ്പി ഇതിൻ്റെ മുകളിലും കൂടി പറ്റിയിട്ടുണ്ടാവും. നല്ലോണം മണത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതുവരെ ഉണ്ടാവും. അങ്ങനെ പോയിട്ട് തിന്നുന്ന ഒരുപാട് മലയാളികൾ ഉള്ളിടത്തോളം കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊരു ചുക്കുമില്ല. ഇനി ആരെങ്കിലും അവിടെ കിടന്ന് മിണ്ടിയിട്ടുണ്ടെങ്കിലോ രൂക്ഷമായിട്ടൊരു നോട്ടായിരിക്കും. ചിലപ്പോൾ അവൻ്റെ ഗുണ്ടകളുണ്ടാവും അവിടെ. ചിലപ്പോഴും നമ്മളെ ടാർഗറ്റ് ചെയ്തിട്ട് വീട്ടിൽ വന്ന് തല്ലുമായിരിക്കും. ഇതൊക്കെയല്ലേ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ എന്ന് പറഞ്ഞാൽ ഗുണ്ടകളാകണമെങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടീൻ്റെ പുറകെ നടന്നാൽ മതി. ഇപ്പം ആ കടേനെ പറ്റിയിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ആയിട്ടൊരു മുള്ളിയ ബന്ധം ഉണ്ടാവും. ആ ബന്ധവും വെച്ചിട്ട് അവനെന്ത് ചെയ്യും, നമ്മളെ ടാർഗറ്റ് ചെയ്യും, നമ്മളെ ആക്രമിക്കും ചിലപ്പോൾ. എന്നിട്ട് നമ്മൾ കേസ് പറയാൻ പോയി കഴിഞ്ഞാൽ അതൊന്നും ആർക്കും കേൾക്കണ്ട ചിലപ്പോൾ. കാരണം എന്താ, അവന് രാഷ്ട്രീയ പിൻബലമുണ്ട്. ഇവിടെ രാഷ്ട്രീയക്കാരാണെങ്കിൽ ഏതോന് വേണമെങ്കിലും ഗുണ്ടായുസം കളിക്കാം. അങ്ങനെയാണ്. ഏതെങ്കിലും ഒരു പിൻബലം മതി, ഏതെങ്കിലും ഒരു നേതാവിൻ്റെ പേര് പറഞ്ഞാൽ മതി. അങ്ങനെയല്ലേ? അല്ലാതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ ഏത് ഹോട്ടലാണോ വൃത്തിയുള്ളത്? വൃത്തിയുള്ള ഒരു ഹോട്ടൽ നിങ്ങൾ പറഞ്ഞാൽ ഏത് ഹോട്ടലാണ് വൃത്തിയുള്ളത്? ഇതിനൊക്കെ കണ്ണൂർ ജില്ലയിൽ, അതായത് ഈ പിന്നെ കണ്ണൂർ നമ്മുടെ എന്താ പറയേണ്ടത്, ഈ അവിടെയുള്ള ഒരു ലഗോൺ ബിരിയാണി എന്ന് പറയുന്ന ഭയങ്കര ഫേമസ് ഒരു ഹോട്ടലാണ്. ലഗോൺ ബിരിയാണി അതായത് മാർക്കറ്റിൻ്റെ ഉള്ളിലാണ്. എൻ്റെ പൊന്ന് ചങ്ങാതിമാരെ, കക്കൂസ് ടാങ്ക് പൊട്ടിയിട്ട് മണക്കുന്നില്ല, അതേപോലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് മണക്കുന്നത്. ഞാൻ കൊണ്ടുപോയതിനോട് ചോദിച്ചു, ഈ ഇൻസ്റ്റഗ്രാം റീൽസും കണ്ടിട്ട് ഇമാതിരി തോന്നിവാസത്തിന് ഇനി എന്നെ കൊണ്ടുവരരുത്. കാരണം അത്രയും വളരെ മോശമായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് ഈ ബിരിയാണി വിളമ്പുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കുന്നതെന്നാന്ന് ആർക്കും അറിയില്ല കേട്ടാ. അങ്ങനെ ആ ഒരു ബിരിയാണി കഴിക്കേണ്ടി വന്ന് നമ്മളെ ഗതികേടുകളൊന്നും ആലോചിച്ച് നോക്കി. ലഗോൺ ബിരിയാണിക്ക് പേര് കേട്ട സ്ഥലം പോലും അത്. ഒരു വൃത്തി എന്തെങ്കിലും വേണ്ടേ? ഒരു വൃത്തികൾ തപ്പലും തൊപ്പലും ദേച്ചു അവിടെ തന്നെയായിരുന്നു. അങ്ങനെ പല ഹോട്ടലുകളും എൻ്റെ പൊന്നു മക്കളെ, ഇവിടെ കുഴിമന്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുഴിയിലേക്ക് പോകുന്നല്ലാതെ അവൻ്റെ മന്തിക്കൊന്നും പറ്റൂല. അതായത് കുഴിമന്തി ഓർഡർ ചെയ്യുക, നമുക്ക് കുഴിയിലേക്ക് പോകാൻ വേണ്ടിയിരിക്കേണ്ടി വരും. ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചോ, വെറുതെങ്കിലും അനാവശ്യമായിട്ട് കുഞ്ഞു മക്കൾക്കൊന്നും നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കല്ലേ. കുഞ്ഞു മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കരുത്. കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും സംഭവിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. 50-50 ചാൻസാണ്. കുഴിമന്തി തിന്നു കഴിഞ്ഞാൽ 50-50 ചാൻസ് തന്നെയാണ്. അല്ലാതെ എന്താണ് എനിക്ക് തോന്നിയവാസം കാണിക്കരുത്. ഇങ്ങനെ ഏത് മന്തി എന്തെന്നായി കഴിഞ്ഞാലും വിശ്വാസത്തോടു കൂടി തിന്നാൻ കഴിയുന്നില്ല. എല്ലാവരും വേണ്ടത് ഈ കള്ള പലിശകളാണെല്ലാം. കാരണം എല്ലാവരും വേണ്ടത് പറഞ്ഞാൽ പൈസ മാത്രമാണ്. ആ പൈസക്ക് വേണ്ടിയിട്ട് അവന്മാർ എന്തും ചെയ്യും. അതാണ്. ഒരു എവിടെയെങ്കിലും പറ്റി ഞാൻ പറഞ്ഞല്ലോ, വീട്ടിലെ ഊണെന്ന് പറഞ്ഞതിൻ്റെ സ്ഥിതിയാണ് പറഞ്ഞത്. വീട്ടിലെ ഊണെന്ന് പറഞ്ഞിട്ട് പോയതാ, അവിടെ നോക്കുമ്പോഴേക്ക് വിളമ്പുന്ന ബംഗാളിയാ. മനസ്സിലാക്കണം. അങ്ങനെ ഇപ്പോഴും ഒരാളെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല. ഇനി എവിടുന്നാ നല്ലൊരു ഭക്ഷണം കിട്ടും. അതുകൊണ്ട് പരമാവധി എന്ത് ചെയ്യുക, വെള്ളക്കഞ്ഞിയോ ഇല്ലെങ്കിൽ ഊണോ കഴിക്കുക. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ട് തിന്നണ്ട കേട്ടോ. വളരെ മിസ്റ്റേക്ക് തന്നെയാണ്. അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവൻ്റെയൊക്കെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലില്ലേ 16 അടിയന്തരം കഴിഞ്ഞ് പോയി വരുന്നുണ്ടാവും. അതാണ് നോക്കേണ്ടത്.